ഡീലർഷിപ്പിന്റെ പേരിൽ ശ്രുതി നടത്താൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷന് രവീന്ദ്രൻ സമ്മതം കൊടുക്കുന്നതോടെ സച്ചിനെ ശ്രീകാന്തിനെ മാറ്റി നിർത്തി ശ്രുതി സംസാരിക്കുന്നു. തുടർന്ന് ഈ ഡീലർഷിപ്പ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ഈ കുടുംബം തന്നെ രക്ഷപ്പെടുമെന്നും എന്നാൽ നിങ്ങളുടെ ജോലിയെ പറ്റിയും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും പറഞ്ഞാൽ ഈ ഡീലർഷിപ്പ് എനിക്ക് കിട്ടില്ലെന്നും ശ്രുതി പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചിയും ശ്രീകാന്തും ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് സച്ചിക്ക് ഒരു ട്രാവൽ ഏജൻസി ഉണ്ടെന്നും സ്വന്തമായി 50 കാറുണ്ടെന്നും ശ്രീകാന്ത് ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെന്നുമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതെന്നും ശ്രുതി പറയുന്നതോടെ ഇരുവരും ശ്രുതിയോട് ദേഷ്യപ്പെടുകയും നിന്റെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്നും പറയുന്നു. തുടർന്ന് ശ്രുതി ഇരുവരോടും താന്ന് കേൺ അപേക്ഷിക്കുകയും കാലുപിടിക്കുകയും ചെയ്യുന്നതോടെ സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും മനസ്സലിയുകയും ഫംഗ്ഷന് ശ്രുതി പറയുന്നത് പോലെ വരാമെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ ശ്രുതിക്ക് സന്തോഷമാകുന്നു. പിന്നീട് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി രേവതിയോടും വശ്യയോടും കാര്യങ്ങൾ പറയുന്നതോടെ കള്ളത്തരം കാണിക്കാൻ ഞങ്ങളില്ലെന്ന് രേവതിയും വശ്യയും പറയുന്നു. ശേഷം എന്നെ കണ്ടാൽ പണക്കാരിയെ പോലെ ഒന്നും തോന്നില്ലെന്ന് പറയുന്ന രേവതിയോട് എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് ശ്രുതി പറയുന്നു. ഇതേസമയം സച്ചിയും ശ്രീകാന്തും സമ്മതിച്ച വിവരം ശ്രുതി വന്ന് പറയുകയും ശ്രുതി വീണ്ടും ഇരുവരെയും നിർബന്ധിക്കുകയും ചെയ്യുന്നതോടെ വശ്യയും രേവതിയും ഫംഗ്ഷന് പണക്കാരുടെ വേഷം കെട്ടി വരാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് ശ്രുതി പറഞ്ഞ തള്ളുകൾ കേട്ട് സച്ചിയും രേവതിയും പൊട്ടിച്ചിരിക്കുകയും ഫംഗ്ഷന് പെരുമാറേണ്ട രീതികളെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഫംഗ്ഷന് ചെലവാകുന്ന പണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ശ്രുതിനെ ശ്രുതി സമാധാനിപ്പിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.